നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഫിൽറ്റർ വെക്കാറുണ്ട്. അപ്പോൾ ഈ ഫിൽറ്ററിൽ നിന്നും വെള്ളം ഫോഴ്സ് ഒരുപാട് കുറയ്ക്കുന്ന സാഹചര്യങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട്. അത് മാത്രമല്ല എപ്പോഴും അത് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വരും. നമ്മുടെ വെള്ളത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയറിയാൻ പറ്റും കേട്ടോ. ഫിൽറ്ററിൻ്റെ ഒരു ചെക്ക് ചെയ്യുന്ന പോയിൻ്റാണ്. അത് നമ്മൾ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒട്ടും തന്നെ ഫോഴ്സ് കാര്യങ്ങളും പുറത്തേക്ക് വരുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അകത്ത് ഈ ക്ലീൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അത് മാത്രമല്ല ഒരുപാട് ചെളികളും കാര്യങ്ങളൊക്കെ ഫോഴ്സ് ഈ പറയുന്ന ഫിൽറ്ററിൽ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഊരിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ആദ്യമേ തന്നെ ആ ഫിൽറ്റർ വാങ്ങിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ടൂൾസ് സാധാരണ തരാറുണ്ട്. അത് ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നമ്മൾ അഴിച്ചെടുക്കുക. ആദ്യമേ തന്നെ എൻ്റെ ഏറ്റവും ടോപ്പ് മുകളിൽ വാൽവ് കൂടി ഒന്ന് ഓഫ് ചെയ്തേക്കുക, സെപ്പറേറ്റ് ഇടുക. അതിന് ശേഷം ഇതിങ്ങനെ അഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് പുറത്തേക്ക് വരും. സെപ്പറേറ്റ് പുറത്തേക്ക് വന്നതിന് ശേഷം നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ഫിൽറ്റർ ഇരിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ഫിൽറ്റർ വരുന്നത്. കണ്ടോ, ഈ ഫിൽറ്ററിലൂടെയാണ് വെള്ളം കംപ്ലീറ്റ് ഇറക്കി പോകുന്നത്. അപ്പോൾ അത് കണ്ടോ, നോക്കി അറിയാൻ പറ്റും നിങ്ങൾക്ക്. അതിൻ്റെ അകത്ത് ചെളി തന്നെ വെള്ളം തന്നെ ഉണ്ടാവും. ഇതെല്ലാം തന്നെ ഓരോന്ന് സെപ്പറേറ്റ് ഊരിയെടുത്ത് കഴുകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിൻ്റെ അകത്തുകൂടി വരുന്നത്, ഇതിൻ്റെ അകത്തുകൂടി വെള്ളം കയറി ഇറങ്ങിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും സെപ്പറേറ്റ് ഫിൽറ്ററാണ് വരുന്നത്. ഇനി അതിനുശേഷം അതിൻ്റെ അകത്ത് കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്ന് കഴുകണം. അതിനുശേഷം കുറച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ഏറ്റവും മുകളിൽ വാൽവ് ഉപയോഗിച്ച് അതിൻ്റെ വെള്ളം ഒന്ന് ക്ലിയർ ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്യുക. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേസ്റ്റ് കാര്യങ്ങൾ നേരെ പൈപ്പ് ലൈനിലേക്ക് ഇറങ്ങിപ്പോകും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിൽറ്റർ ഇടയ്ക്കിടയ്ക്ക് കഴുകി കൊടുക്കണം, വൃത്തിയാക്കി കൊടുക്കണം. കാരണം വെള്ളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കിണറാണെങ്കിലും ബോർവെല്ലാണെങ്കിലും ഉപയോഗിക്കുന്ന വെള്ളത്തിനനുസരിച്ചിട്ട് അതിൻ്റെ അഴുക്ക് കാര്യങ്ങൾ കൂടുതൽ വന്നിട്ട് ഇതിൻ്റെ ഗ്യാപ്പിലടിയും. കണ്ടോ, ഇത് നമ്മളിങ്ങനെ ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഫിൽറ്ററിൻ്റെ സെക്ഷൻ വരുന്നത്. അതെല്ലാം തന്നെ ഓരോന്നും സെപ്പറേറ്റ് എടുത്ത് കഴുകി വൃത്തിയായിട്ട് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ആ ഫ്ലോ നമുക്ക് ഹൈ പ്രഷർ നമുക്ക് കുറയുന്നതിന് കാരണം ഈ പറയുന്ന ഫിൽറ്ററിൽ വന്നിരിക്കുന്ന അടിഞ്ഞു കൂടുന്ന ചെളിയാണ്. ഇത് നമ്മൾ ഓരോന്ന് നോക്കി അറിയാൻ പറ്റും. ഓരോന്ന് നമ്മൾ കഴുകുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ചെളി, വെള്ളത്തിലുള്ള ചെളിയാണ് ഫുള്ളായിട്ട് ഈ പറയുന്ന ഫിൽറ്ററുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് വന്ന് ചെളി വന്ന് അടിയണ സമയത്ത് ആ ഗ്യാപ്പിൽ വന്ന് ചെളി അടിയുമ്പോൾ ഒട്ടും തന്നെ വെള്ളം പുറത്തേക്ക് വരില്ല. അതാണ് നിങ്ങൾ കണ്ടത്. അതുകൊണ്ട് വെള്ളം നമ്മൾ ഫോഴ്സ് തുറന്ന് മൊത്തം ക്ലീൻ ചെയ്യണം. മൊത്തം ഇതുപോലെ തന്നെ എല്ലാം അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്യണം. എല്ലാം അഴിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അത് ഓരോന്ന് സെപ്പറേറ്റ് നമുക്ക് കിട്ടുക. ഇതാണ് അതിൻ്റെ റിയൽ സംഭവം വരുന്നത്. അതിൻ്റെ ഒരു ഫിൽറ്ററുകളാണ് വരുന്നത്. ഓരോ ഫിൽറ്ററുകൾ ജസ്റ്റ് റൗണ്ട് പോലുള്ള ഫിൽറ്ററുകളാണ് വരുന്നത്. അതിൻ്റെ ഓരോന്ന് നമ്മൾ ഒന്നിന് മുകളിലായിട്ടാണ് ഈ പറയുന്ന ഫിൽറ്ററുകൾ നമ്മൾ അതിലേക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ ഗ്യാപ്പ് കണ്ടോ, വളരെ നൈസായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, വളരെ ഗ്രൂവ് ആണുള്ളത്. ആ ഗ്രൂവിലാണ് ഈ പറയുന്ന ആ വേസ്റ്റ് വന്ന് അടിയുന്ന സമയത്ത് അത് ഫിക്സഡായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടും തന്നെ വെള്ളം നമ്മുടെ പമ്പിൽ അത് വാട്ടർ ലൈനിലേക്ക് വരാത്തൊരവസ്ഥ വരും. അതിനുശേഷം ഇത് ഓരോന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് അതേപോലെ തന്നെ ഇട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഓവറായിട്ട് ടൈറ്റ് ചെയ്താലും അതിലൂടെ പുറത്തേക്ക് വരുന്ന വെള്ളം വളരെ കുറവായിരിക്കും. അങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് നമ്മൾ ഫിൽറ്റർ നമ്മൾ ഇടുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കതിൻ്റെ ക്യാപ്പ് ഇടാൻ സാധിക്കും. ആ ക്യാപ്പ് ഇടുന്ന സമയത്ത് കണ്ടോ, ഈ ക്യാപ്പ് ഇടുന്ന സമയത്ത് ഓവറായിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് എല്ലാ ഫിൽറ്ററുകളും അമർന്നിരിക്കുമ്പോഴും വെള്ളത്തിൻ്റെ ഫ്ലോ കുറയും. അപ്പോൾ ഒരു നോർമൽ ലെവലിൽ മാത്രമേ ഇടാവൂ. ഓവറായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് പൊളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു നോർമൽ ലെവലിൽ ഇട്ടതിന് ശേഷം നേരെ അതിൻ്റെ അകത്തേക്ക് തിരിച്ച് അതേപോലെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നേരെ അകത്തേക്ക് കയറ്റി വെച്ചതിന് ശേഷം ഒന്ന് അകത്തേക്ക് കയറ്റി വയ്ക്കാറുണ്ട്. അത് ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചാൽ മതി. ഇനി അതിൻ്റെ അകത്ത് ഫിൽറ്റർ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ സ്ട്രെയിറ്റ് കയറ്റി വയ്ക്കുക. ഇനി അതിന് ശേഷം നമ്മൾ നേരെ അഴിച്ചെടുത്തിരിക്കുന്ന ഫിൽറ്ററിൻ്റെ ആ ഒട്ടിന് വരുന്നിരിക്കുന്ന ആ ക്യാപ്പുണ്ട്, അതും കറക്റ്റായിട്ടൊന്ന് കഴുകുക. എല്ലാം നീറ്റായിട്ട് കഴുകി ക്ലിയർ ചെയ്യണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളിത് ചെയ്തതിന് ശേഷമാണെങ്കിൽ തന്നെയും ഫിൽറ്റർ വയ്ക്കുന്ന ഏരിയകളിൽ സാധാരണ ഫ്ലോ കുറവ് കണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അത് വെച്ചതിന് ശേഷം അതിൻ്റെ ഫിൽറ്ററിൻ്റെ ഔട്ട് നേരെ അതിലേക്ക് കറക്റ്റ് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ആയിരിക്കണം കേട്ടോ വെക്കേണ്ടത്. ചരിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ലീക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ വർക്കിംഗ് നടക്കില്ല. ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ആ ടൂൾസ് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഫിൽറ്റർ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടാറുണ്ട്. ആ ടൂൾസ് ഇട്ടതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇനി അതിൻ്റെ വ്യത്യാസം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഉണ്ടോ, ഇപ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ ഏറ്റവും ആദ്യം നമ്മൾ ഓൺ ചെയ്ത സമയത്ത് വന്ന വെള്ളമല്ല, ഫോഴ്സല്ല ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് തുള്ളി പോലെ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തുറന്നതിന് ശേഷമുള്ള ആ വെള്ളമാണ് വന്നത്. അതിന് ശേഷം അടക്കിയതിന് ശേഷം നമ്മൾ ആ പറയുന്ന ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അത് ഇട്ടതിന് ശേഷം നമ്മൾ വാൽവ് ഓൺ ചെയ്യുക.
അപ്പോൾ വാൽവ് എപ്പോഴും ഒരു എക്സ്ട്രാ വാൽവ് നമ്മൾ ഈ പറയുന്ന ടാങ്കിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ചെക്ക് ചെയ്യുന്ന പോയിന്റ് നോക്കി അറിയാൻ പറ്റും വെള്ളത്തിൻ്റെ ഫ്ലോ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഈ ഫിൽറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഫ്ലോ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പല വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് ഫിൽറ്റർ 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്നല്ലെങ്കിൽ മോട്ടർ അടിക്കുന്ന സമയത്ത് മോട്ടറിൻ്റെ അടുത്ത് കൊടുക്കുക. അപ്പോൾ മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ടാങ്കിലേക്ക് വന്നു വീഴുന്നത്. അതാണ് കുറച്ചുകൂടി നല്ലത്. അല്ലാതെ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത്, ഇതിപ്പോൾ കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ വെച്ച് കൊടുത്തതാണ്. ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ നമ്മൾ ഈ പറയുന്ന ഫിൽറ്റർ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ ഫിൽറ്ററിൽ വന്ന്, അതായത് ഹൈ പ്രഷർ വന്നിട്ട് ഫിൽറ്ററിൽ വന്ന് അവസാനിക്കുന്നൊരവസ്ഥ. അപ്പോൾ അത്രയും പ്രഷർ കുറവായിരിക്കും ഈ ഫിൽറ്ററിൽ നിന്ന് പോകുന്ന ആ പ്രഷർ കുറവായിരിക്കും എല്ലാ ടാപ്പുകളിലും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മസ്റ്റായിട്ടും റെയിൻ ഷവർ കാര്യങ്ങൾ, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഷവർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ മസ്റ്റായിട്ടും പ്രഷർ പമ്പ് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ ഫിൽറ്റർ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാട്ടർ ലൈനിൻ്റെ കയറി വരുന്ന സ്ഥലത്ത് ഫിൽറ്റർ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മാക്സിമം സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ഫിൽറ്ററുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ മോട്ടറിൻ്റെ തൊട്ടടുത്ത് വെച്ച് കൊടുക്കുന്ന ഫിൽറ്ററുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇൻഫർമേഷനായി വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my heart erase, so catch me if I fall. Praying that this night's gonna last. You got it all on tap, I'm loving your vibe, always have your back. We like all the same tracks, listen all night in the sheets all black. Said I'm falling fast, don't remember life before you, that's fact. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight.